പാവൽ കർഷകർക്ക് ദുരിതകാലം. വിലത്തകർച്ചയുടെ കയ്പുനീര് കുടിക്കേണ്ടി വരുന്നതിലുള്ള സങ്കടത്തിലാണ് കർഷകർ. കിലോഗ്രാമിന് 33 രൂപ മാത്രമാണ് നിലവിൽ കർഷകന് ലഭിക്കുന്ന വില. ഈ നില തുടർന്നാൽ പാവൽ കൃഷിയിൽ നിന്ന് കർഷകർ പൂർണ്ണമായും പിൻവാങ്ങും. കഴിഞ്ഞ കാൽനൂറ്റാണ്ട് കാലമായി പാവൽ കൃഷി നടത്തുന്ന കർഷകനാണ് പാറത്തോട് ചിന്നാറിലെ ലിജീഷ് പൂങ്കുടിയിൽ. പാവയ്ക്കയുടെ വില 33 രൂപയായി താഴ്ന്നതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരികുകയാണ് ലിജീഷിനെ പോലുള്ള കർഷകർ. പതിവായി 2 മുതൽ 5 ഏക്കർ വരെ സ്ഥലത്ത് പാവൽ കൃഷി നടത്തുന്ന കർഷകനായിരുന്നു ലിജീഷ് പൂങ്കുടിയിൽ. ഇത്തവണ ഓണക്കാലത്താണ് വിളവെടുപ്പ് തുടങ്ങിയത്. പിന്നീട് വിലത്തകർച്ചയുടെ നാളുകളാണ് ഓരോ വിളവെടുപ്പിലും നേരിടുന്നത്. ആഴ്ചയിൽ 2 തവണ വിളവെടുക്കാം. കടകളിൽ പാവയ്ക്കയുടെ വില 80 രൂപ വരെയാണ്. ഇടനിലക്കാരുടെ ചൂഷണം കൊണ്ട് പൊറുതിമുട്ടിക്കഴിയുകയാണ് ഇടുക്കിയിലെ ഹൈറേഞ്ചിലെ പാവൽ കർഷകർ. മറ്റു പച്ചക്കറികളെ അപേക്ഷിച്ച് പരിപാലന ചെലവ് ഏറെ കൂടുതലുള്ള ഒരു കൃഷിയാണ് പാവൽ കൃഷി. തടമെടുത്ത് വിത്തിട്ട് അത് മുളച്ചു പൊങ്ങുമ്പോൾ മുതൽ വളപ്രയോഗം നടത്തണം, പന്തൽ കെട്ടി പടർത്തണം, താങ്ങു തൂണുകളിടണം. ജൈവവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ചാണ് കൃഷി നിലനിർത്തുന്നത്. വളങ്ങൾക്ക് വില വർദ്ധിച്ച സാഹചര്യത്തിൽ പാവയ്ക്ക് 50 രൂപയെങ്കിലും വില കിട്ടിയാൽ മാത്രമേ കർഷകർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ എന്നാണ് കർഷകർ പറയുന്നത്. ഞാനിതൊരു 25 വർഷമായിട്ട് പാവൽ കൃഷി ചെയ്യുന്നതാണ്. എന്നാൽ ഈ വർഷം മാത്രമാണ് ഇത്തവണ ഒരു വില തകർച്ച നമുക്ക് നേരിട്ടിരിക്കുന്നത്. നമുക്ക് ശരിക്കും ലഭിക്കുന്ന വില 33 രൂപ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. അതേ സാധനം തിരിച്ചാ കടയിൽ നിന്ന് 80 രൂപയ്ക്കാണ് കിട്ടുന്നത്. എല്ലാ വർഷങ്ങളെ അപേക്ഷിച്ചും പരിപാലന ചെലവ് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയല്ല എല്ലാ കൃഷിക്കാരും ഈ പച്ചക്കറി കൃഷിയിൽ നിന്ന് പിൻവലിച്ചപ്പോഴും നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇത്ര ഒരു വില തകർച്ച നമുക്ക് ആദ്യമായിട്ട് നേരിട്ടിരിക്കുന്നത്. നിലവിൽ കമ്പോള വിലയുടെ പകുതി പോലും കർഷകർക്ക് ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. ലിജീഷിനെ പോലെ പാവൽ കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഹൈറേഞ്ചിലെ കർഷകരുടെ ദുരിതം തുടരുകയാണ്. ഈ നില തുടർന്നാൽ പാവൽ കൃഷിയിൽ നിന്നും കർഷകർ പൂർണ്ണമായും പിൻവാങ്ങും. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.